Good morning, viewers. Welcome to my channel. ഇന്ന് 26th നവംബർ. സോ ഇന്നത്തെ മാർക്കറ്റ് ക്ലോസിങ്ങിൽ ഇനിയിപ്പം നാളെയും എക്സ്പയറി വീക്കാണിത്. സോ 2 ദിവസം മഹാരാഷ്ട്ര ഇലക്ഷനെ കൊണ്ട് മാർക്കറ്റ് ലെഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ദിസ് ഈസ് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യേണ്ട സമയമാണ്. കാരണം വെച്ചാൽ മാർക്കറ്റ് ഈ അഡാനിയുടെ സ്റ്റോക്സുകളെല്ലാം ഇപ്പോൾ ഇറ്റ്സ് നോട്ട് റൈറ്റ് ടൈം ടു ഇൻവെസ്റ്റ് ആൻഡ് ബൈ എന്നുള്ള ട്രേഡിങ്ങിന് പറ്റിയ സ്റ്റോക്സ് സമയമല്ല ഇപ്പം. കാരണം വെച്ചാൽ ദീസ് കേസ് ഈസ് ലൈക്ക് എ സ്നോബോൾ. കാരണം ഇന്നിപ്പം ടോട്ടൽ അഡാനിന്ന് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ കേസ് കഴിയാണ്ട് ഇനി ഒരു പൈസയും അഡാനിൻ്റെ കമ്പനിയിൽ ഫർദറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നത് പറയുന്നത് കേട്ട്. പക്ഷേ ഇതിലെനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഒരു കമ്പനിക്കും ബ്രൈബ് ചെയ്യാണ്ട് ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്ക് ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. ബ്രൈബിങ് ഈസ് അവർ ബർത്ത് റൈറ്റ്. നമുക്കറിയാം രാജീവ് ഗാന്ധിൻ്റെ കാലം തൊട്ട് ബഫേഴ്സിലുള്ള കേസ് തൊട്ടിട്ടുള്ള കേസുകളും എത്രമാത്രം അലിഗേഷൻസ് ഉണ്ടായെന്നുള്ള കേസുകളും ഇപ്പോൾ അഡാനിൻ്റെ കേസുകളും അഡാനി ഈ ഇലക്ട്രിക് പവറിന് വേണ്ടിയിട്ട് ഏതൊക്കെ സ്റ്റേറ്റിലെ ആൾക്കാരെ ബ്രൈബ് ചെയ്യാന്ന് വെച്ചാൽ ഒഡീഷ, തമിഴ്നാടു, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ് ഇങ്ങനെയുള്ള ഫെഡറൽ ടെറിട്ടറി ഓഫ് ജമ്മു ആൻഡ് കാശ്മീരിൽ 2021 2022 പവർ സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവർ ഗവൺമെൻറ് ഒഫീഷ്യൽസിനെ ബ്രൈബ് ചെയ്യുമെന്ന് പറയുന്നത്. ഇനിയിപ്പം ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് പറയുന്നത് വെച്ചാൽ ആ സമയത്ത് YSR കോൺഗ്രസ് പാർട്ടി ആയിരുന്നു അവർ റൂൾ ചെയ്തുകൊണ്ടിരുന്ന. YSR കോൺഗ്രസ് പാർട്ടിയുടെ ആൾക്കാർക്ക് ജഗൻമോഹൻ റെഡ്ഡി ഇനിയിപ്പം ഇയാളൊരു പണ്ട് കഴിഞ്ഞ ആഴ്ച ഗവൺമെൻറ് ഒരു ലഡു കേസിൽ ഇത്ര വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ചന്ദ്രബാബു നായിഡു ഇനിയിപ്പം വന്നിട്ട് ഇയാൾ ഈ കേസിലും കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നവരല്ല. അതുപോലെ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ നിങ്ങൾക്കറിയാം എത്രമാത്രം കറപ്റ്റഡ് ഗവൺമെൻറ് അവരെന്ന്. കാരണം അവരിപ്പോൾ പറയുന്നത് ഞങ്ങൾ ഈ കോൺട്രാക്റ്റ് ഡിനൈ ചെയ്യാൻ പോകാമെന്ന് പറയുന്നത്. ഇനിയിപ്പം അഡാനിയായിട്ടുള്ള കോൺട്രാക്റ്റ് ഞങ്ങൾ വി ക്യാൻ സ്ക്രാപ്പ് ദിസ് പ്രോജക്റ്റ് എന്ന് പറയും. പക്ഷേ ഇന്ത്യയിൽ ഓരോ ബിസിനസ്സുകാരനും ഇവിടെ ഈ പൈസ കൊടുക്കാണ്ട് ഈ ബ്രൈബ് ചെയ്യാണ്ട് ഇന്ത്യയിൽ ബിസിനസ് ചെയ്താൽ ഏതെങ്കിലും ബിസിനസ് സക്സസ്ഫുൾ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ വേറെ എനിക്ക് പറയാനുള്ള കാരണം ഇന്ന് ഗവൺമെൻറ് ഈ നോൺ ബാങ്ക് ലെൻഡർ IFCI അവരെ ലെൻഡിങ് ഓപ്പറേഷൻസ് എല്ലാം ഷട്ട് ഡൗൺ ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഇപ്പോൾ അവർ പറയുന്നത് ദേ ആർ കൺവേർട്ടിങ് ദാറ്റ് കമ്പനി ഇൻ ടു ഇൻഫ്രാസ്ട്രക്ചർ അഡ്വൈസറി ഫേം എന്നുള്ള ഒരു കമ്പനിയിലേക്ക് IFCI മാറ്റാൻ പോവാണ്. ചിലപ്പോൾ നല്ലതായിരിക്കാം, മോശമായിരിക്കാം. പക്ഷേ ഇപ്പോൾ IFCIൻ്റെ സ്റ്റോക്ക് ചെയ്യുന്നത് വെച്ചാൽ ഓൾമോസ്റ്റ് ഐ തിങ്ക് IFCI ഈസ് ഡൂയിങ് ഐ ക്യാൻ ടെൽ യു സംവെയർ അറൗണ്ട് 63 ഇപ്പം ചെയ്യുന്ന IFCI. പക്ഷേ if it comes somewhere less than 50 rupees IFCI ഒക്കെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കമ്പനികളാണ്. Anyway, thank you very much for viewing my channel. Kindly do subscribe my channel. Have a nice day.